ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്തായാലും കീം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്രവേശന നടപടിയിലേക്ക് ഔദ്യോഗികമായി തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്നലെ വൈകിയാണ് എങ്കിൽ പോലും എൻട്രൻസ് കമ്മീഷണർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിലുപരി പലരും ഡൗട്ടുകളായിട്ടും കിട്ടുന്നില്ല എന്നും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോയിലായിട്ട് നമ്മൾ സെയിം അപ്ഡേറ്റ് പല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ട്രയൽ അലോട്ട്മെന്റ് വന്ന സ്ഥിതിക്ക് ആർക്കൊക്കെ കിട്ടി, ആരൊക്കെ സന്തോഷത്തിലാണ് എന്നറിയാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. കമന്റ് ചെയ്യുക. അതോടൊപ്പം ഇനി എന്താണ് പ്രൊസീജിയർ എന്ന് കൂടി നോക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. തീർച്ചയായിട്ടും പലർക്കും ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു പരാതി പറഞ്ഞു. അത് നമ്മുടെ സൈറ്റിലെ ടെക്നിക്കൽ എററാണ്. മറ്റൊരു കാര്യം, 18-ാം തീയതി വരെ നീട്ടി എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും ഇപ്പോൾ വന്ന പുതിയ വിജ്ഞാപനം അനുസരിച്ച് 16-ാം തീയതി വൈകുന്നേരം 4:30 വരെ സമർപ്പിച്ച ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിലാണ് 17-ാം തീയതി ഇന്നലെ വൈകുന്നേരം പ്രസിദ്ധീകരിച്ച ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് അവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു സാങ്കേതിക തടസ്സമായിരിക്കാം. അപ്പോൾ ഈ 18-ാം തീയതി വരെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ട്രയൽ അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്, ഈ ഒരു ഇപ്പൊ കിട്ടിയത് ഇനി മാറാൻ സാധ്യതയുണ്ടോ? കിട്ടാതിരുന്നവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുമോ? തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നമുക്കൊരു തമ്പ് റൂൾ പോലെ പറയുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആവർത്തിക്കാനാണ് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഇൻ കേസ് അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ലോവർ ഓപ്ഷനാണ് കിട്ടിയത്, നെക്സ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുമ്പോൾ കുറച്ചുകൂടി ഹയർ ഓപ്ഷൻ കിട്ടിയേക്കാം, തിരിച്ചും സംഭവിച്ചേക്കാം എന്നൊരു ധാരണ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇനി ലോവർ ഓപ്ഷൻ ആയാലും ഹയർ ഓപ്ഷൻ ആയാലും കിട്ടിയാലും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് ലോവർ ഓപ്ഷനെ പോലും മുകളിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും അതിനുശേഷം ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സബ്മിറ്റ് ഓപ്ഷൻ കൺഫേം ചെയ്യാനുമുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ തന്നെ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിലും അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലും നിങ്ങൾക്ക് ഇനി അഡ്മിഷന് താല്പര്യമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള കോളേജുകളെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊസീജിയറിൽ പങ്കാളികളാകാം. അതിനുശേഷം എവിടെയാണോ കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വളരെയധികം പഠിക്കണമെന്ന് തീരുമാനിച്ച കോളേജിൽ തന്നെയാണ് എങ്കിൽ അവിടെ പോയി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെർമനന്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഫീസ് അടച്ച അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു നെക്സ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് സപ്ലിമെന്ററിയും സ്പോട്ടും വരുന്നത്. സ്പോട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവൈലബിൾ ആണ് എങ്കിൽ മാത്രം, നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എന്നൊന്നും അവർ നോക്കില്ല. ആ ഒരു സമയത്ത് അവിടെ അവൈലബിൾ ആയിട്ടുള്ളവരിൽ നിന്നും റിസർവേഷന്റെയും റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ കോളേജുകൾ എടുക്കുന്ന ഒരു ഇന്റേണൽ പ്രോസസ് ആയിട്ട് നമുക്ക് അതിനെ വിലയിരുത്താം. അപ്പോൾ എന്തായാലും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം നിലവിലുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ചവരെല്ലാം ഒരുപക്ഷെ ട്രെയിനിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഓപ്ഷൻ കിട്ടിയില്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. പ്രതീക്ഷ വിട്ടുകളയേണ്ടതില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾക്കും വാർത്തകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മുടെ യൂട്യൂബ് കമന്റുകൾ വഴിയും ചോദിക്കുക. തൽക്കാലം നിർന്നു കാണാം.